ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. പാവ അച്ഛമ്മ, അവര് സമാധാനമായിട്ട് ഉറങ്ങുന്ന കാണുമ്പോ മനസ്സിന് വല്ലാത്ത ആശ്വാസം തോന്നുക. ഒപ്പം കുറ്റബോധം കൊണ്ട് വല്ലാത്ത നീറ്റിലും അനുഭവപ്പെടുന്നുണ്ട്. അതെന്താ ചേച്ചിക്ക് അങ്ങനെ ഒരു നീറ്റിൽ അനുഭവപ്പെടാൻ? ഞാനും അച്ഛമ്മയും തമ്മിൽ കണ്ട കീരിയും പാമ്പും പോലായിരുന്നു. എന്നെ താടകയെന്നും പൂതനയെന്നും ശൂർപ്പണകയെന്നും ഒക്കെയാ വിളിച്ചിരുന്നത്. അത് കേൾക്കുമ്പോ എനിക്ക് ഉള്ളം കാലം മുതൽ ഉച്ച വരെ ചുവഞ്ഞു കയറുമായിരുന്നു. അപ്പൊ വായി തോന്നിയതൊക്കെ ഞാനും വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഈ മുതുകളവിക്ക് ചത്തൂടെ എന്ന് ശങ്കിക്കൊള്ളുന്ന രീതിയിൽ ഞാനും വിളിച്ചു കൂവിയിട്ടുമുണ്ട്. പാവ അച്ഛമ്മ, അവരുടെ ഈ കിടപ്പ് കാണുമ്പോ എനിക്ക് ഒരു പ്രാർത്ഥനയുള്ളൂ, ഒരു കാലത്തും എന്റെ അച്ഛമ്മ മരിക്കല്ലേ എന്ന്. അച്ഛമ്മ ചേച്ചിയെ ശകാരിച്ചത് ഒരു മുത്തശ്ശിയുടെ അവകാശം വെച്ചുകൊണ്ടാ. ചേച്ചി അതിന് പ്രതികരിച്ചത് ഒരു പേരക്കിടാവിന്റെ സ്വാതന്ത്ര്യം വെച്ചുകൊണ്ടും. രണ്ടുപേർക്കും ഉള്ളിന്റെ ഉള്ളിൽ ഒരു ശത്രുതയില്ല, സ്നേഹവും മതിപ്പും മാത്രം. എന്താ, ശരിയല്ലേ? ശരിയാ ജഗ. എന്നെ ശാസിച്ച് നന്നാക്കാനേ അച്ഛമ്മ ശ്രമിച്ചിട്ടുള്ളൂ. അച്ഛമ്മയ്ക്ക് എന്നെ ജീവനായിരുന്നു. എന്റെ പൊന്നച്ഛമ്മ, തങ്കം, തങ്കമ്മ. ബ്ലാങ്ക് ചെക്കാണ്. തീയതി തുകയൊക്കെ ഞാൻ എഴുതി ചേർത്തോ. അതുകൊണ്ട് എന്റെ മരുമോൻ മനോജിന് മുമ്പിൽ ചെന്ന് ഇല്ലാത്ത സ്നേഹം അഭിനയിച്ച് കുളമാക്കാൻ നിക്കണ്ട. ഒരു കാര്യമില്ല. പ്രകാശ, അവൻ ചോദിക്കുമ്പോ പണം എണ്ണി കൊടുത്തിരിക്കണം. അപ്പോ ഞാൻ വന്ന കാര്യം കഴിയും. പാല് കാച്ചൊക്കെ മംഗളമായി നടക്കട്ടെ. സാറ് വന്ന സ്ഥിതിക്ക് ഈ ചടങ്ങ് കഴിഞ്ഞിട്ട് പോയാ പോരെ? അതിനൊക്കെ ഒരുപാട് സമയം പിടിക്കില്ലേ? ഇവിടെ നിന്നുള്ള എന്റെ സദ്യ കഴിച്ചു കഴിഞ്ഞു. വയറ് നിറഞ്ഞ് സന്തോഷത്തോടുകൂടിയാ ഞാൻ പോകുന്നത്. തൃപ്തിയായില്ലേ? സിംഹക്കൂട്ടിലെ കൊണ്ടുപോയി തല വെച്ചിരിക്കുന്നത്. അച്ഛനമ്മമാരുടെയും വസന്തേച്ചിയുടെയും ഉള്ളെറിഞ്ഞ ശാപത്തിന്റെ ഫലമാ.